ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങ 4 എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അഥവാ നിങ്ങൾക്കിത് ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് കുറച്ചാക്കി അടിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് പ്യൂരിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. അഥവാ നാരുള്ള മാങ്ങയാണെങ്കിൽ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നാരൊന്നും ഇല്ലാത്ത നല്ല മാങ്ങയാണ്, അതുകൊണ്ട് ഇപ്പം അരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതൊന്ന് അടുപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇല്ലെങ്കിൽ പിന്നെ പാനിൻ്റെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്, എന്നാലും കുറച്ചും കൂടി മധുരം വേണം ഇതിന്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കിനി ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും, അതായത് ഇങ്ങനെ മേലോട്ടേക്ക് വരും. അപ്പോൾ കയ്യിലൊക്കെ ആയാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ മാംഗോ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കാം. അതിൽ കുറച്ച് എണ്ണ പുരട്ടി വെക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ സ്റ്റീൽ പ്ലേറ്റ് ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗീ ഇഷ്ടമുള്ളവർക്ക് ഗീ പരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ പരട്ടി കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമായാലും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ആ ഒരു ട്രേയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, അതായത് കനം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഡ്രൈ ആയി കിട്ടും. നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിപ്പം വെയിലത്ത് വെച്ചാണ് ഉണക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കട്ടി ഉണ്ടായാൽ പിന്നെ കുറേ ദിവസം പിടിക്കും. ഉണങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസും ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല കനം കുറച്ച് തന്നെ നല്ല സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കവർ ചെയ്തിട്ട് വേണം ഉണക്കിയെടുക്കാൻ. അകത്തായാലും പുറത്തായാലും കവർ ചെയ്യണം. നല്ലൊരു കോട്ടൺ തുണി വെച്ച്, അതായത് നേരിയ കോട്ടൺ തുണി വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്നുകിൽ വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ അകത്ത് ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താലും മതി. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇതിൻ്റെ സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. പിന്നെ അതുപോലെ ഫാനിൻ്റെ അടിയിൽ വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 2-3 ദിവസമൊക്കെ പിടിക്കുമായിരിക്കും. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഉണങ്ങിനോ ഇല്ലയോ എന്ന്. കാരണം കയ്യിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയെന്ന് മനസ്സിലാക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് ചെറിയൊരു ക്രിസ്പി പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പീസാക്കി ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇപ്പം അത്യാവശ്യം എല്ലായിടത്തും മാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പോൾ കുറേ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഡ്രൈ ആയി എടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്